ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ഫ്ലോ അനലൈസേഷനാണ്. എങ്ങനെയാണ് ഓർഡർ ഫ്ലോ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ ഓർഡർ ഫ്ലോയിൽ എങ്ങനെ എൻട്രി എടുക്കാം, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഓർഡർ ഫ്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഓർഡർ ഫ്ലോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും കാര്യം പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതായത് ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഓർഡർ ബ്ലോക്സിനെ പറ്റി നമുക്കറിയാം. എങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, എക്സ്ട്രീം ഓർഡർ ബ്ലോക്സ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദെൻ ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ തന്നു, ദെൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുമ്പോൾ നമ്മളിവിടെ ഒരു എക്സ്ട്രീം ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടും, ദെൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടും. അപ്പം ചില ടൈമിൽ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. മാർക്കറ്റ് അതിന് മുമ്പുള്ള ഒരു പ്രൈസ് റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു എന്ന് നമ്മൾ അറിയണം. അപ്പം അതിനാണ് ഓർഡർ ഫ്ലോ അനലൈസേഷൻ. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓർഡർ ഫ്ലോ, എങ്ങനെയാണ് ഓർഡർ ഫ്ലോ വർക്കാവുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ഓക്കെ, എങ്ങനെ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എന്തായാലും ഹയസ്റ്റ് വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് നോക്കിയാൽ നമുക്കറിയാം ഇതൊരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ മണി പമ്പ് ചെയ്യുന്നു. ഓക്കെ, മണി നല്ല രീതിയിൽ ഇട്ടിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റിയുടെ ഏറ്റവും സ്റ്റാർട്ടിങ് ഏരിയ ആണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ആ ഒരു മണി, ആ ഒരു ട്രേഡിങ്, ഏറ്റവും കൂടുതൽ ട്രേഡിങ് നടത്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ ഫുള്ളാണ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ഫ്ലോയെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇപ്പം സ്മാർട്ട് മണി മാർക്കറ്റിൽ വർക്കാവുമ്പോൾ ഒരു വട്ടം മാർക്കറ്റിൽ നിന്ന് പമ്പായി ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന്, ദെൻ പിന്നീട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് റെസ്പെക്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് മാർക്കറ്റിൽ എൻട്രി എടുത്തങ്ങ് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്ക് ഓക്കെ അല്ല. അതായത് സ്മാർട്ട് മണി അവർക്കാണ് ഐഡിയ, ഓക്കെ, എങ്ങനെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കാം എന്നുള്ള കാര്യം. അപ്പം നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ അവരാണെങ്കിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് മണി അവരുടെ ആ ഒരു പൊസിഷൻസ് ഹൈഡ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മണി പിന്നെയും പമ്പ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫുട് പ്രിൻ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഡർ ഫ്ലോ 2 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ബിയറിഷ് ഓർഡർ ഫ്ലോ, അതുപോലെ തന്നെ ബുള്ളിഷ് ഓർഡർ ഫ്ലോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്കറിയാം ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ആവുന്നത് എന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യും. അപ്പം അതിനപ്പുറം ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓർഡർ ഫ്ലോ റേഞ്ചാണ്, ഒരു ബിയറിഷ് മാർക്കറ്റാണ്. നിങ്ങൾക്ക് കാണാം ഇതൊരു ബിയറിഷ് മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ എങ്ങനെ ഒരു ഓർഡർ ഫ്ലോ റേഞ്ച് കണ്ടെത്തുമെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു സെൽ മൂവ്മെൻറ്റ്, അതായത് നല്ല മൊമെൻറ്റത്തിലുള്ള ഈ മൂവ്മെൻറ്റിന് തൊട്ട് മുമ്പുള്ള അറ്റ്ലീസ്റ്റ് 2 സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽസ് നിങ്ങൾ ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കണം. ഓക്കെ, ഈ ഒരു സ്മാർട്ട് മണി വർക്കായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിൽ, ഓക്കെ, അതിന് മുമ്പുള്ള 2 ആ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഇങ്ങനെ നിങ്ങൾ ബിയറിഷ് ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ അപ്സൈഡിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്കറിയാം,
ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് നമുക്കറിയാം. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഡർ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്? ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓർഡർ ഫ്ലോയുടെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബുള്ളിഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ്, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബൈ സൈഡ് മൊമെൻറ്റം നടന്നതിന് തൊട്ട് മുമ്പുള്ള അറ്റ്ലീസ്റ്റ് 2 ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കാം. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ റിയൽ ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യം കൂടിയുണ്ട്. അതായത് ഒരു ലോയൊക്കെ മാർക്കറ്റ്, അതായത് ഡൗൺ സൈഡിലുള്ള ഒരു ബിയറിഷ് ഓർഡർ ഫ്ലോ അനലൈസേഷനാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോ കാണാം. ഓക്കെ, ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മാർക്കറ്റ് ഇങ്ങനെ വന്നു, മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു, ദെൻ ലോ തന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോയി, ദെൻ താഴോട്ട് വന്നു. ഈ ഒരു ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടി. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയപ്പം നമ്മളിവിടെ ഈ ഒരു ഇനിഷ്യൽ പോയിൻ്റ്, ഇവിടുത്തെ ഈ ഒരു പോയിൻ്റ് നമ്മൾ ഓർഡർ ബ്ലോക്കായി എടുത്തു. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ദെൻ താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ ആയിട്ട് എടുക്കുക. അത് എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതിന് ഒരു റീസണുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു സെൽ സൈഡ് തരുവാണെങ്കിൽ, അതായത് സെൽ സൈഡിലോട്ടുള്ള ഹെവി മൊമെൻറ്റം തരുവാണെങ്കിൽ, അപ്പം അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം അറിയണം, ഈ ഒരു കൺസെപ്റ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മസ്റ്റാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പ് മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു സെൽ സൈഡ് മൊമെൻറ്റം തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സെൽ സൈഡ് മൊമെൻറ്റത്തിന് തൊട്ട് മുമ്പ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2 ക്യാൻഡിൽസ് അല്ലെങ്കിൽ 3 ക്യാൻഡിൽസ് നമ്മളിവിടെ എന്തായിട്ടെടുത്തു? ഒരു ഓർഡർ ഫ്ലോ ആയിട്ടെടുത്തു. ദെൻ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ ഈ ഒരു സ്മാർട്ട് മണിയുടെ അതായത് മാർക്കറ്റിൽ SMC വർക്കായിട്ടുള്ള ആ ഒരു ഏരിയയുടെ ഇനിഷ്യൽ പോയിന്റ് നമ്മളൊരു ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ട് ദെൻ ഒരു ചെറിയൊരു മൊമെൻറ്റം മേളിലോട്ട് മാർക്കറ്റ് വന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് പോയിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായി. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് തിരിച്ച് കയറി വരുമ്പോൾ പലരും ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു സെൽ എൻട്രി പുഷ് ചെയ്യും. അതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴി. അതായത് ഇവിടെ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഓർഡർ ഫ്ലോയും അതുപോലെ തന്നെ ഇത്രയും ഓർഡർ ബ്ലോക്കും നമുക്ക് കണ്ടെത്താമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, അതായത് ഇവിടുത്തെ ഒരു ലോജിക്ക്, അതായത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഈ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങുമെന്ന് വിചാരിച്ച് കുറേ റീറ്റെയിൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കും. റീറ്റെയിൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കുമ്പോൾ സ്മാർട്ട് മണി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് മണിക്ക് ഈ ഒരു റേഞ്ചിൽ ഓർഡേഴ്സ് വേണം. ഓക്കെ, ഓർഡേഴ്സ് വേണം. അപ്പോൾ എന്ത് ഓർഡേഴ്സാണ്? സെൽ ഓർഡേഴ്സ് വേണം. അപ്പോൾ സെൽ ഓർഡേഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറേ ടീമുകൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ വെച്ച് കുറേ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ എന്തടിക്കും? സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അത്രയും സെൽ ഓർഡേഴ്സ് കിടക്കും. ഓക്കെ, അത്രയും സെൽ ഓർഡേഴ്സ് കിടക്കുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ഒരു ഓർഡർ ഫ്ലോ ഏരിയയിൽ കയറിയിട്ട് മാർക്കറ്റ് താഴോട്ട് വർക്കാവും. എന്ത് വർക്കാവും? സ്മാർട്ട് മണി വർക്കാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് അതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് തൊട്ട് മുകളിലായിട്ടുള്ള ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ പോയി എൻട്രി എടുക്കാൻ നിൽക്കരുത്, വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ മാർക്കറ്റ് ഓർഡർ ഫ്ലോയിലെത്താൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലെത്താൻ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എങ്ങനെ ഈ ഒരു ഓർഡർ ഫ്ലോയെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഓർഡർ ഫ്ലോ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഓർഡർ ഫ്ലോയുടെ ഒരു ഭാഗം മാത്രമാണ്, ഒരു പാർട്ട് മാത്രമാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ്, ഓർഡർ ഫ്ലോ, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയെങ്കിലോ, അപ്പോൾ നമുക്കിവിടെ അറിയാം ഇവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. എങ്ങനെ വർക്കായി എന്നുള്ള കാര്യം ഞാൻ ഇതിന് മുമ്പ് ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെയും എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു റേഞ്ചിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സെൽ ക്യാൻഡിൽസ് നമ്മൾ ഓർഡർ ഫ്ലോ ആയിട്ട് എടുത്തു. ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങി. ഇവിടെ അതുപോലെ തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ എൻട്രി എടുക്കാതിരിക്കുക. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് നിയറായിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ എൻട്രി എടുക്കാൻ നിൽക്കില്ല. അത് കണ്ടെത്താൻ നിങ്ങൾ ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ എങ്ങനെ എൻട്രി എടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക്
കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ദെൻ മാർക്കറ്റ് ഒരു ഓർഡർ ഫ്ലോയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ ഇതാണ് ഒരു ഓർഡർ ഫ്ലോ, ബിയറിഷ് ഓർഡർ ഫ്ലോ അനലൈസേഷൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താണ് ഈ ഓർഡർ ഫ്ലോയുടെ ഒരു 3 കാറ്റഗറിയാണ്: മിറ്റിഗേഷൻ, അതുപോലെ തന്നെ അൺമിറ്റിഗേറ്റഡ്, ഫെയിൽഡ് ഓർഡർ ഫ്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം, ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ അറിയണം. അല്ല അത് അറിയാണ്ട് എൻട്രി എടുക്കാൻ നിന്നാൽ പാളിപ്പോവും. ഓക്കെ, അപ്പം മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ നമുക്കറിയാം എന്താണ് മിറ്റിഗേറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഓക്കെ, മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ദെൻ ഇവിടുത്തെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2 സെൽ ക്യാൻഡിൽസ് നമ്മളിവിടെ എന്തായിട്ടെടുത്തു? ഓക്കെ, ഒരു 2 സെൽ ക്യാൻഡിൽസ് എന്തായിട്ടെടുത്തു? ഓർഡർ ഫ്ലോ ആയിട്ടെടുത്തു. ഓക്കെ, അപ്പം ഇവിടുന്ന് മാർക്കറ്റ് പോകുമ്പോൾ നമ്മളിവിടെ ഒരു ഓർഡർ ഫ്ലോ റേഞ്ച് കണ്ടെത്തുന്നു. ദെൻ മാർക്കറ്റ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഓക്കെ, ദെൻ നമ്മൾ സെൽ സൈഡ് നോക്കുകയാണെങ്കിലോ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വന്നു. ദെൻ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തെടുക്കും? ഇവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള 2 ബൈ ക്യാൻഡിൽസ് നമ്മൾ എന്തായിട്ട് എടുക്കും? മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കും. ഓക്കെ, ഇവിടെ എന്താണ് ഇത് തിരിഞ്ഞു പോലും കാര്യം. ഇവിടെ നമ്മൾ അതായത് അപ്പ് സൈഡിലോട്ട് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? സ്ട്രോങ് ആയിട്ടുള്ള 2 ഇവിടുത്തെ സെൽ ക്യാൻഡിൽസ്, അറ്റ്ലീസ്റ്റ് 2 സെൽ ക്യാൻഡിൽസ് എങ്കിലും എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ സ്ട്രോങ് ആയിട്ടുള്ള 2 ബൈ ക്യാൻഡിൽസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പം ഇതാണ് മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ. ഓക്കെ, ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ഓക്കെ ഒരു ഓർഡർ ഫ്ലോ മിറ്റിഗേറ്റഡ് ആവട്ടെ ഒരു അൺമിറ്റിഗേറ്റഡ് ആവട്ടെ അതിന് മുമ്പ് നമ്മൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന് ശേഷമേ മിറ്റിഗേറ്റ് ചെയ്യാവൂ. ഓക്കെ, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പാളിപ്പോവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം മാർക്കറ്റ് വന്നു, മുകളിലോട്ട് പോയി. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓർഡർ ഫ്ലോ കാണാം. ഓക്കെ, ദെൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നതിന് മുമ്പ് മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ അതൊരു അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആണ്. ഓക്കെ, എന്താണ് ഒരു അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആണ്? എങ്ങനെ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്നതിന് മുമ്പ് വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ അതൊരു അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആണ്. മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആവണമെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന് ശേഷം വന്ന് മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളിവിടെയും പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺസ് ആൻ ഓർഡർ ഫ്ലോ ഈസ് മിറ്റിഗേറ്റഡ് യു ക്യാൻ ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഓൺ ദ നെക്സ്റ്റ് വൺ. അതായത് ഒരു പ്രാവശ്യം ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ ആ ഒരു മിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോയിൽ പിന്നെയും വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ നിൽക്കല്ലേ. ഒരു ഓർഡർ ഫ്ലോയിൽ ഒറ്റ എൻട്രി ഉള്ളൂ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താണ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, നമ്മളിവിടെ ഒരു മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ എടുത്തു. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന് ശേഷമാണ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആണ്. ഇനി ഇവിടുന്ന് വന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്താൽ ഇവിടെ എൻട്രി ഇല്ല. ഓക്കെ, ഇവിടെ എൻട്രി ഇല്ല. ഇനി നെക്സ്റ്റ് ഒരു ഓർഡർ ഫ്ലോ ആണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് കിട്ടും. അവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു US നാസ് 100ൻ്റെ ചാർട്ടാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു എന്നാൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് സെൽ സൈഡിലോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റ് നമ്മൾ എങ്ങനെയാണ് ഓർഡർ ഫ്ലോ കണ്ടെത്തുന്നത്? നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ബൈ ക്യാൻഡിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ ക്യാൻഡിൽ ഇത് കാണാം, അതുപോലെ തന്നെ ഈ ക്യാൻഡിൽ കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട? ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ ഇതുപോലെ നമുക്ക് ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ മാർക്കറ്റ് വന്ന് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതൊരു റിയൽ ചാർട്ട് എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്നതിന് മുമ്പ് മാർക്കറ്റ് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പം ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ നിൽക്കല്ലേ, ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ നിന്ന് ഈ ഒരു സ്വിങ്ങിന് മേളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കും. ദെൻ മാർക്കറ്റ് ഓർഡർ ഫ്ലോയിൽ പോയി ടാപ്പ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതുകൊണ്ട് ഈ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയകൾ നോക്കി വെക്കുക. ഓക്കെ, ഓർഡർ ഫ്ലോ ഏരിയകൾ നോട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക, അതിനനുസരിച്ച് എൻട്രി പുഷ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ അവോയ്ഡ് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഓർഡർ ഫ്ലോ റേഞ്ച് എങ്ങനെ കണ്ടെത്താം. നിങ്ങളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ദെൻ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എവിടെയാണ്, ഈ ഒരു റേഞ്ചിലായിട്ട് വരും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്താലോ നമുക്ക് നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽ സൈഡ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു 2 ബൈ ക്യാൻഡിൽസ് എങ്കിലും നമ്മൾ മിനിമം എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ഈ ഇവിടെ ആയിട്ട് തന്നെ മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. തരാത്ത പക്ഷം നിങ്ങൾ എൻട്രി എടുക്കാൻ നിൽക്കലും മാർക്കറ്റ് കറക്റ്റ് ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, താഴോട്ട് നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു 2 ബൈ ക്യാൻഡിൽസ് നമ്മൾ എടുത്തു. ഈ ഒരു റേഞ്ച് വരെ നമ്മൾ കവർ ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൈ ആയിട്ടുള്ള ഈ ഒരു സൈഡ് നമ്മൾ നോക്കിയെടുത്തു. നെക്സ്റ്റ് ഓർഡർ ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ആക്കിയെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. എന്താണ്, മാർക്കറ്റ് വന്ന് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാത്രം ടാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രീവിയസ് ലെവലിലൊന്നും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഓർഡർ ഫ്ലോയെ റെസ്പെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് ഈ ഒരു റേഞ്ച് തൊട്ട് ഈ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് വന്ന് മിതിക്കേറ്റ് ചെയ്ത് താഴോട്ട് പോയേക്കുന്നത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ആണ്. ഇവിടെ നിന്ന് ഒരിക്കലും എൻട്രി എടുക്കില്ല, നിങ്ങളെ സ്റ്റോപ്പ് ലോസ് അടിക്കും. മാർക്കറ്റ് തൊട്ട് മുകളിൽ പോയി റെസ്പെക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത്. പലരും പറയുന്ന കാര്യമാണ്, സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു മാർക്കറ്റ് ഇറങ്ങിപ്പോകുന്നു, സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു മാർക്കറ്റ് ഇറങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു? ഇതുപോലുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ എൻട്രി എടുത്താൽ ഇതുപോലെ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പം എന്താണ് ഓർഡർ ഫ്ലോ എന്ന് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ എന്ന് റീഡ് ചെയ്ത് വെക്കുക. ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ പോയി എൻട്രി എടുക്കാതിരിക്കുക. ഓർഡർ ഫ്ലോ ഏരിയയിൽ എൻട്രി എടുക്കുക. ഇനി നിങ്ങൾ ഓർഡർ ഫ്ലോയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ബ്ലോക്കിൽ വരാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും എങ്ങനെ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് എൻട്രി എടുക്കാം. പലർക്കും ഉള്ള ഡൗട്ടാണ്, ഏത് ടൈം ഫ്രെയിമിൽ ഇത് യൂസ് ചെയ്യണം. ഓക്കെ, ഏത് ടൈം ഫ്രെയിമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിമിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 1 മിനിറ്റിലൊന്നും എടുക്കാതിരിക്കുക. ഓക്കെ, ഫേക്ക് സിഗ്നൽസ് ഒരുപാടുണ്ട്. ഓക്കെ, 1 മിനിറ്റ് 3 മിനിറ്റ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും എങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഹയർ ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത്രയ്ക്കും കൺഫർമേഷൻസിനും കാര്യത്തിനുമായിട്ടാണ്. ഓക്കെ, എൻട്രിക്ക് അത്രയും പെർഫെക്ഷൻ കാണും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ അപ്സൈഡിൽ വന്ന മാർക്കറ്റ് നമ്മളിവിടെ പറഞ്ഞു മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ എന്തെടുക്കും, 2 സെൽ സൈഡ് ക്യാൻഡിൽസ് നമ്മൾ എന്തായിട്ട് എടുക്കും, ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കും. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഓർഡർ ഫ്ലോ ഏരിയ കണ്ടെത്തി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന് ഇനി മാർക്കറ്റ് വന്ന് എന്ത് ചെയ്താൽ മതി, മിതിഗേറ്റ് ചെയ്താൽ മതി ഈ ഒരു ഓർഡർ ഫ്ലോയ്ക്കകത്ത് വന്ന്. ദെൻ കൺഫർമേഷൻ നോക്കി നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു അൺമിതിഗേറ്റഡ് ഓർഡർ ഫ്ലോ ആണ്, വന്ന് മിതിഗേറ്റ് ചെയ്താൽ എൻട്രി എടുക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം മിതിഗേഷൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഏത് ടൈം ഫ്രെയിമിൽ, ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു 1 അവർ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 അവറിൽ നിന്ന് 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് നിങ്ങളൊരു 1 അവറിലാണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടി, ഒരു ഓർഡർ ഫ്ലോ റേഞ്ച് കിട്ടി. മാർക്കറ്റ് 1 അവർ എന്ന് മിതിഗേറ്റ് ചെയ്തു, വന്ന് ഓർഡർ ഫ്ലോയിൽ ടാപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ വന്ന് മിതിഗേറ്റ് ചെയ്തില്ല ഈ ഒരു ഓർഡർ ഫ്ലോയിൽ. ഈ വന്ന് ഓർഡർ ഫ്ലോയിൽ മിതിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടിയാൽ
നമുക്ക് അത്രയും ബെറ്റർ ആയിരിക്കും എങ്ങനെ കിട്ടിയാൽ. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഡൗണിലോട്ട് ഇറങ്ങി വന്നേ, അപ്പോൾ എന്തായാലും ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു വന്ന മാർക്കറ്റാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലോവർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അങ്ങനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതായത് ഇവിടെ പറയുന്ന കാര്യം, ഈ ഒരു അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ, അതായത് ഈ ഒരു ഓർഡർ ഫ്ലോയെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഏത് ടൈം ഫ്രെയിമിൽ? ഒരു 1 അവറിൽ വന്ന് ടാപ്പ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ 1 അവർ വന്ന് ടാപ്പ് ചെയ്തു ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്ന് ടാപ്പ് ചെയ്തപ്പോൾ നമ്മളത് 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നു. ദെൻ മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. അങ്ങനെ ഷിഫ്റ്റ് തന്നാൽ ഒരു PDRA നോക്കി നിങ്ങൾക്കൊരു എൻട്രി ബൈ സൈഡിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, PDRA എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? FEG വരും, ഓർഡർ ബ്ലോക്ക് വരും, ബ്രേക്കർ ബ്ലോക്ക് വരും, മിറ്റിഗേഷൻ ബ്ലോക്ക് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ FEGയിൽ അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കിൽ, ബ്രേക്കർ ബ്ലോക്കിൽ, മിറ്റിഗേഷൻ ബ്ലോക്കിലൊക്കെ എൻട്രി എടുക്കാമെന്നുള്ള കാര്യം നമ്മളെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു PDRAയിൽ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കാം ലോവർ ടൈം ഫ്രെയിമിൽ. അതായത് ഒരു 1 അവറിൽ നിന്ന് 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. ഇതൊരു US 100ൻ്റെ ഒരു ചാർട്ടാണ്. ഓക്കെ, ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? ഇതൊരു 1 അവർ ചാർട്ടാണ് കേട്ടോ. 1 അവർ ചാർട്ടാണ്. ടൈം ഫ്രെയിം നോക്കി വെച്ചോ. അതായത് ടൈം ഫ്രെയിമിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കണം, എങ്ങനെ നോക്കണം, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ദെൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി ഒരു ഫേക്ക് അടിച്ചിട്ടുണ്ട്, ബട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്സൈഡ് ട്രെൻഡാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വരുന്നു. അപ്പോൾ നമ്മളിവിടെ എവിടെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ? നമ്മൾ പറഞ്ഞു ബൈ സൈഡിലോട്ട് മൂവ് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ സെൽ സൈഡിലോട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 2 ക്യാൻഡിൽസ് എങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ ക്യാൻഡിൽസ് എടുക്കും? നമുക്ക് കാണുമ്പോൾ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലൂടെ ചേർത്ത് നമുക്ക് ഒരു ഓർഡർ ഫ്ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ ഫ്ലോയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. അങ്ങനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മളൊരു 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകണം. അതാണ് നമ്മളെ കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ ഈ ഒരു കൺസെപ്റ്റിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. എങ്ങനെ നമുക്ക് കൺഫർമേഷൻ ചെയ്യാം? എങ്ങനെ കൺഫർമേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊരു 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരണം. അതായത് ഈ ഒരു ഓർഡർ ഫ്ലോയിൽ 1 അവറിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് റേഞ്ച് കാണാം. അപ്പോൾ ഈ റേഞ്ചിലൊന്നും അപ്പ് സൈഡിൽ പോയി എൻട്രി എടുക്കാതിരിക്കുക. ഇത് റിയൽ ചാർട്ടാണ്. ഈ റിയൽ ചാർട്ടിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇറങ്ങി വന്നു, ഓർഡർ ഫ്ലോയിൽ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, 1 അവറിൽ മാർക്കറ്റ് വന്ന് ഓർഡർ ഫ്ലോയിൽ ടാപ്പ് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പം ആ ഒരു റേഞ്ച് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിയിട്ട് നമുക്കിനി എന്താണ് വേണ്ടത്? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം നമ്മൾ എങ്ങനെ എൻട്രി എടുക്കുന്നത്? ഒരു PDRA റേഞ്ച് നോക്കും. എന്ന് വെച്ചാൽ മിറ്റിഗേഷൻ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ തന്നെ ബ്രേക്കർ ബ്ലോക്ക്, ഇതെല്ലാം നമ്മൾ നോക്കും. എന്തുണ്ട് എന്ന് നോക്കും. നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് കാണാം. ഓക്കെ, അതായത് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്കൊരു മിറ്റിഗേഷൻ ബ്ലോക്ക് കാണാം. അപ്പോൾ എന്താണ് മിറ്റിഗേഷൻ ബ്ലോക്ക് എന്നറിയാത്തവർ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്, ജസ്റ്റ് പോയി ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, മിറ്റിഗേഷൻ ബ്ലോക്ക് ആണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിലും ബ്രേക്കർ ബ്ലോക്ക് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്വിംഗ് ലോ തന്നു, ദെൻ സ്വിംഗ് ഹൈ തന്നു, ദെൻ ഹയർ ലോ തന്നു, ദെൻ ഹയർ ഹൈ തന്നു. ഇനി എന്താ വേണ്ടത്? ഈ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ബൈ ലിമിറ്റ് ഓർഡർ നമുക്ക് ഇവിടെ വെക്കാം. നെക്സ്റ്റ് മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് കയറി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് ഒരു ഒരു സ്നൈപ്പർ എൻട്രി പോലെ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഷുവർ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ കൺഫേം നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ലെവൽ, ഓക്കെ, ഒരു മേജർ ലിക്വിഡിറ്റി ലെവൽ നിങ്ങൾക്കിവിടെ എന്തായിട്ട് വെക്കാം? ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഒരു 5 മിനിറ്റ്സിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുക.
ഒരു നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക, പൗണ്ടിയൻ്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ 1 അവർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ 1 അവറിൽ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ കാണാം 1 അവറിൽ. ഓക്കെ, ഈ ഒരു റേഞ്ച് നമ്മൾ ഓർഡർ ഫ്ലോ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ 1 അവറിൽ നിന്നും നമുക്ക് ഇതൊരു 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് മാർക്കറ്റ് ഒന്ന് മിത്തിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊരു ഓർഡർ ഫ്ലോ റേഞ്ചാണ്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് വേണം? ഇത് നമ്മൾ 5 അവറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് റേഞ്ചിൽ എൻട്രി എടുക്കാതിരിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇൻഡ്യൂസ്മെൻറ്റ് റേഞ്ചിൽ പോയി എൻട്രി എടുക്കൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഓർഡർ ഫ്ലോ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, 1 അവറിൽ മാർക്കറ്റ് വന്ന് മിതിഗേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മളതൊരു 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തു. 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഓക്കെ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടെ എന്തുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ നോക്കി, അതായത് ഈ ഒരു സെൽ ക്യാൻഡിൽ നോക്കി നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്തു. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വിങ്, ഇവിടെ ലോ ആണ്, ഇവിടെ ഹൈ ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം എന്താണ്? ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ എൻട്രി എടുക്കാം. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ലെവൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ രീതിയിൽ എൻട്രി എടുക്കുക. അപ്പം എന്താണ് ഓർഡർ ഫ്ലോ അനലൈസേഷൻ? എന്തുകൊണ്ടാണ് ഓർഡർ ഫ്ലോ അനലൈസേഷൻ? അതായത് നല്ല എൻട്രികളൊന്നും മിസ്സാവരുത് എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, നല്ല എൻട്രികൾ മിസ്സാവാതിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് ഓർഡർ ഫ്ലോ? എന്തുകൊണ്ടാണ് ഓർഡർ ഫ്ലോ? ഓക്കെ, എങ്ങനെയൊക്കെ ഓർഡർ ഫ്ലോയിൽ എൻട്രി എടുക്കാം? എന്തൊക്കെ ക്യാൻഡിൽസാണ് ചൂസ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ നിന്ന് ഹയർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ എങ്ങനെ? അതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽ, ട്രാപ്പിംഗ് ലെവൽ. അപ്പം ഈ ലെവലുകളെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വേണം എൻട്രി പുഷ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, മിതിഗേഷൻ ബ്ലോക്ക്, ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു 5 മിനിറ്റ്സിൽ പല കൺസെപ്റ്റുകളാണെങ്കിലും നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോൾ ഓക്കെ നമുക്ക് എൻട്രി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ നല്ല ഷുവർ കൺഫർമേഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക, സെറ്റാവുക, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, എന്താണ് ഓർഡർ ബ്ലോക്കിൽ എൻട്രി കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി കിട്ടുന്നില്ല. നമുക്കും പണ്ട് ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല അതിനുള്ള ഉത്തരമാണ് ഓർഡർ ഫ്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ മിതിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോയിൽ പിന്നെയും പോയി എൻട്രി എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തുള്ള നല്ല എൻട്രി മെത്തേഡ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പം താങ്ക് യു.